ഹായ് ഫ്രണ്ട്സ്, ആനസ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഡിസൈനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ കവർ ചെയ്തെടുക്കാനായിട്ട് റെഡും വൈറ്റും ആക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു ഹാഫ് ഭാഗം മാത്രമാണ് നമ്മൾ വൈറ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ബാക്കി ഭാഗത്ത് റെഡ് കളറും വെച്ചിട്ട് നമ്മൾ ബോട്ടിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ വെള്ള കളർ കൊടുത്തു കഴിഞ്ഞു, ഇനി റെഡ് കളറ് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സിൻ്റെ പണിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ റെഡും വൈറ്റും കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിക്സഡ് കളർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇതളുകൾ വരച്ചെടുക്കുന്നത്. നമ്മൾ ഇതളുകൾ വരയ്ക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പെർഫെക്റ്റ് ആവണുണ്ടോ ഇതളെന്ന് നോക്കിയതിന് ശേഷം മാത്രം ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് വരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാനും പറ്റും. പിന്നെ ഈ ബോട്ടിൽ നമ്മൾ മുൻപ് അപ്ലൈ ചെയ്തിട്ടുള്ള ആ വെള്ള കളറും ചുവപ്പ് കളറും പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ ഇതളുകൾ വരച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള പെയിൻറ്റ് ഇളകി പോകാൻ സാധ്യതയുണ്ട് നമ്മൾ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ഇതളുകൾ വരച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ഇതളുകളൊക്കെ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് തണ്ടുകൾ വരച്ചു കൊടുക്കാം. ആക്രിലിക് കളറിൻ്റെ ഗ്രീൻ കളറാണ് ഞാൻ തണ്ട് വരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ലീവ്സോളും കൂടി വരച്ചു കൊടുക്കാം. ഇതിൽ വരച്ചിട്ടുള്ള ആ ഒരു മുട്ട് ഞാൻ ഒരു തവണ മാത്രം ഫിംഗർ ടാപ്പ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഞാൻ ബോട്ടിൻ്റെ മറ്റു ഭാഗങ്ങളിലും വരച്ചെടുത്തിട്ടുണ്ട്. അതാ നമ്മളെ ബോട്ടിൻ്റെ വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഡിസൈൻ ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ മെറ്റാലിക് യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ജസ്റ്റ് 4 ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട്. അപ്പം നമ്മളെ ബോട്ടിലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ത്രെഡ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഏതൊരാൾക്കും പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.